കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ ഇനി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി. നടക്കാവ് കൗൺസിലർ അൽഫോൻസ മാത്യുവാണ് പാർട്ടി വിട്ട് ആം ആദ്മി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ചുവട് പിടിച്ച് ഒരുപാട് പേർ ഒപ്പം വരുമെന്നാണ് അൽഫോൻസ പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് കോഴിക്കോട് കോർപ്പറേഷനിലുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. രാവിലെ വരെ കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന അൽഫോൻസ ടീച്ചർ ഇനി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്. എന്താണ് ഈ ഒരു മാറ്റം? മാറ്റം അനിവാര്യമാണ്. അറിയാലോ നിനക്ക്, 45 വർഷമായിട്ട് ഈ അഴിമതി കോർപ്പറേഷനല്ലേ, അതിനൊരു മാറ്റം വേണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി സംബഡി ഷുഡ് കം ഫോർവേഡ്. അതിന് പറ്റിയ പാർട്ടി AAP എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളൊരു പ്രതിബദ്ധതയുണ്ട്, 5 years. അത് തീർക്കുന്ന ലാസ്റ്റ് ഡേയിൽ ചെയ്തു തീർത്തു. ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയ ആളാണ്. പെട്ടെന്നൊരു ദിവസം മാറിപ്പോവാന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇത് 2-3 വർഷം അടുപ്പിച്ച് ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തു. അവർ പ്രതിപക്ഷം ഇരിക്കുന്ന പ്രീ കൗൺസിലൊക്കെ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് ടേമിൽ UDF ഞാൻ നിങ്ങളോട് ഉണ്ടാവില്ല എന്ന് പലവട്ടം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നോ? എല്ലാവരും വന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, എനിക്ക് സഹതാപം തോന്നുകയാണ് അദ്ദേഹത്തോട്. അദ്ദേഹം 10 പ്രാവശ്യമെങ്കിലും വന്നു വീട്ടിലും. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് പുറകെ വന്ന് ഏത് വാർഡും തരാം ടീച്ചറെ. ഞാൻ വാർഡല്ല പ്രശ്നം, ജനങ്ങൾക്ക് സേവനം ചെയ്യണമെങ്കിൽ സത്യത്തിനും നീതിയിലും കൂടെ ചെയ്യണം. ഒന്നിലും ഞാനൊരു അധ്യാപികയല്ലേ, ഞാൻ സത്യവും നീതിയും പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ കൂട്ടുകച്ചവടത്തിൽ സാക്ഷിയാവുക, പങ്കാളിയാവുക എന്നാണ് ഇറ്റ്സ് വെരി ബാഡ്. നമുക്കറിയാലോ, കോഴിക്കോട് കോർപ്പറേഷൻ 19 കോടി നവീകരണത്തിന് മാത്രം. ഇതിൻ്റെ സ്ട്രക്ചറും 19 കോടി നവീകരണത്തിന് മാത്രമാണ്. എന്താ അതിൻ്റെ ഒരു അഴിമതി എന്ന് വിചാരിച്ച് ഊരാളുകളിൽ കൊടുത്തു. അഴിമതിയല്ലേ അതൊക്കെ? ഓരോ അഴിമതി ഞങ്ങളവിടെ പറയാറുണ്ട്. പിന്നെ ഇവരെല്ലാം ഒറ്റക്കെട്ടാ. നമുക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഗുഡ് ബൈ പറഞ്ഞു. സീറ്റ് ലഭിക്കാത്തത് കൊണ്ട് താങ്കൾ മാറിപ്പോയി എന്ന് ചില നേതാക്കളെങ്കിലും പറയുന്നുണ്ടല്ലോ. ആരും പറയുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾക്കത് മീഡിയയ്ക്ക് കവറേജ് തരാൻ വേണ്ടി നിങ്ങൾ പറയുന്നുണ്ടോ? പക്ഷേ കോൺഗ്രസ്സിൽ ഒരൊറ്റ ഒരാളും പറയില്ല സീറ്റിന് ഏത് സീറ്റും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു സീറ്റും വേണ്ട. ഒറ്റക്കാണോ? ഒറ്റക്കല്ല, പുറകെ വരുന്നുണ്ട് കൗൺസിലേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ചെയ്തത്. കൂടുതൽ കൗൺസിലർമാർ വരാനുണ്ട് പിന്നാലെ എന്ന് പറയുന്നു. നിങ്ങൾ ഒരുങ്ങിയിറങ്ങിയതാണോ? ഞങ്ങൾ ഏറ്റവും മിനിമം 25 സീറ്റാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നാളെ മറ്റന്നാളുള്ള മീറ്റിംഗിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഇന്നും അടക്കം കുറേ പേരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.